ഉത്സവ സമയത്ത് അമ്പലങ്ങളിൽ നിന്നുള്ള സ്പീക്കർ റോഡ് സൈഡുകളിൽ വെക്കുന്നത് പതിവാണ്. പലപ്പോഴും ഭക്തിഗാനങ്ങളാണ് ഇത്തരത്തിൽ വെക്കാറ്. എന്നാൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഭക്തിഗാനങ്ങളല്ല ഇടാറുള്ളത്. ഡപ്പാങ്കൂത്ത് രീതിയിലുള്ള സിനിമാ ഗാനങ്ങളാണ്. വീടിനടുത്തെ അമ്പലത്തിൽ നിന്നുള്ള ഇത്തരം പാട്ടുകൾക്കെതിരെ പ്രതികരിച്ച നടി അഹാന കൃഷ്ണ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടാണ് താരത്തിന്റെ പ്രതികരണം. ഉത്സവകാലത്ത് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നത് കാണാൻ താല്പര്യമുള്ളവർ അവിടെ വന്നു കാണുമെന്നും എല്ലാവരെയും സ്പീക്കർ വെച്ച് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നും അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. അമ്പലത്തിൽ നിന്ന് ഭക്തിഗാനങ്ങൾക്ക് പകരം തമിഴ് ഡപ്പാങ്കൂത്ത് പാട്ടുകളാണ് വരുന്നത്. ഇതാണോ കാവിലെ പാട്ടു മത്സരം എന്ന് അഹാന ചോദിക്കുന്നുണ്ട്. ഒരാഴ്ചയിലേറെയായിട്ടും ഈ സ്ഥിതിക്ക് ഒരു മാറ്റവുമില്ല എന്നും അഹാന കൂട്ടിച്ചേർത്തു. സ്റ്റോറിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഉത്സവകാലത്ത് ക്ഷേത്രത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചെവിക്ക് തകരാറ് സംഭവിക്കുന്ന തരത്തിൽ ഒരു സ്പീക്കറിലൂടെ കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്നാണ് അമ്പലങ്ങളുടെ ഭാരവാഹികൾ കരുതുന്നതെങ്കിൽ അത് തെറ്റ്. നിങ്ങൾ അങ്ങനെ അനുമാനിക്കുന്നത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു. ഇത്തരത്തിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച് രാത്രി 10 മുതൽ 11 മണി വരെ ഉച്ചത്തിൽ പാട്ട് വെച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവൃത്തി ഒരാഴ്ചയിലേറെയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് പോയി ഇത് കേൾക്കും. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട ശേഷം കുറച്ചു കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് വന്ന പാട്ട് കേട്ട് അഹാന ഞെട്ടി. ഇറച്ചി വെച്ചിരിക്കെ കറുത്ത കോഴി മുളക് പൊട്ട് ഇറച്ചി വെച്ചിരിക്കെ എന്ന തമിഴ് ഡപ്പാങ്കൂത്ത് പാട്ടാണ് അമ്പലത്തിൽ നിന്ന് കേട്ടത്. അമ്പലത്തിൽ ഇടാൻ പറ്റിയ സൂപ്പർ പാട്ട്, ഹരഹരയോ ഹരഹര എന്ന അഹാന വീണ്ടും സ്റ്റാറ്റസിൽ കുറിച്ചു. പിറ്റേന്ന് രാവിലെ ആയിട്ടും അമ്പലത്തിൽ നിന്ന് വരുന്ന ശബ്ദ കോലാഹലത്തിന് ഒരു മാറ്റവുമില്ല എന്ന് അഹാന കൃഷ്ണ പറയുന്നു. സുപ്രഭാതം, ഇതാണോ ഈ കാവിലെ പാട്ടു മത്സരം എന്ന് പറയുന്ന സാധനം? തുടർന്ന് കാതു പൊട്ടുന്ന കോളാമ്പി ശബ്ദത്തിനൊടുവിൽ പാട്ട് കേട്ട് തലവേദനയായ തന്റെ ഫോട്ടോ സ്റ്റാറ്റസിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് വയ്യ, എനിക്ക് ഈ പാട്ടുകാരെ കൊണ്ട് വയ്യ എന്നും അഹാന കുറിച്ചിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.